ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ എന്നതാണ്. പ്രധാനമന്ത്രി ഇന്ന് അയോധ്യയിൽ 11,100 കോടിയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. പുതിയ വിമാനത്താവളവും നവീകരിച്ച റെയിൽവേ സ്റ്റേഷനും രാജ്യത്തിന് സമർപ്പിക്കും. വയനാട്ടിൽ പോസ്റ്റർ പതിച്ച മാവോയിസ്റ്റ് സംഘത്തെ തിരിച്ചറിഞ്ഞു. തിരുനെല്ലിയിലെത്തിയത് കബനീദളം കമാൻഡർ CP മൊയ്തീന്റെ നേതൃത്വത്തിലുള്ള 6-അംഗ സംഘം. തിരിച്ചടി സാധ്യത മുൻനിർത്തി വയനാട്ടിലും കണ്ണൂരിലും ജാഗ്രത. മകരവിളക്ക് ഉത്സവത്തിനായി ശബരിമല നട ഇന്ന് വീണ്ടും തുറക്കും. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തത് 26,000 പേർ. തിരക്ക് കണക്കിലെടുത്ത് കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. ഗാസയിലെ ഇസ്രയേൽ ആക്രമണത്തിന് അയവില്ല. ഇസ്രയേലിന് കൂടുതൽ ആയുധങ്ങൾ നൽകുമെന്ന് അമേരിക്ക. ഗാസയിലെ സന്നദ്ധ പ്രവർത്തകർക്ക് നേരെയും ആക്രമണം അഴിച്ചുവിട്ട് ഇസ്രയേൽ. അപലപിച്ച ഐക്യരാഷ്ട്രസഭ. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രയേലിനെതിരെ യുദ്ധക്കുറ്റ നടപടികൾ ആരംഭിച്ചു. തൃശൂരിൽ ജീർണാവസ്ഥയിലായ നടപ്പാലത്തിന് പുതുജീവൻ നൽകി നവകേരള സദസ്. 3 പതിറ്റാണ്ട് പഴക്കമുള്ള ചന്ദ്രാപിന്നി മധുരംപള്ളി പാലം നവീകരിച്ച് സഞ്ചാരയോഗ്യമാക്കി. പുതുവർഷത്തിൽ പാലം ജനങ്ങൾക്കായി തുറന്നു.